ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഞണ്ട് കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെല്ലുള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് വഴന്ന് വന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഒരു തക്കാളി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി പകുതി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മസാല എല്ലാ ഭാഗത്തേക്കും പിടിച്ച് കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പിന്നെ അവസാനം കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കുരുമുളക് പൊടി ഇട്ടോ, കുരുമുളക് പൊടി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ചേർത്തിട്ട് ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കുന്ന സമയത്ത് അതേപോലെ നല്ല അടിപൊളിയായിട്ട് ഞണ്ട് കറി തയ്യാറായി കിട്ടും. നമുക്ക് ചോറിനോ ചപ്പാത്തിക്കോ അപ്പത്തിനൊക്കെ കൂട്ടാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഞണ്ട് കിട്ടുമ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം.